27. Acts chapter 27. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം. ആ ഹോൾ ചാപ്റ്ററിലൂടെ ഞാനൊന്ന് പോകാനായിട്ട് പോവുകയാണ്. അതിൻ്റെ 11-ാം വാക്യവും 23-ാമത്തെ വാക്യവും വേഴ്സസ് 11 ആൻഡ് വേഴ്സ് 11 ദെൻ വേഴ്സ് 23 ഞാനൊന്ന് വായിക്കുന്നു. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലൂമിയുടെയും കപ്പലുടമസ്ഥൻ്റെയും വാക്ക് അധികം വിശ്വസിച്ചു. വേഴ്സ് 23 എൻ്റെ ഉടയവൻ 22 മുതൽ വായിക്കുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു പറഞ്ഞ കാര്യമാണ് താഴോട്ട് നമ്മൾ വായിക്കുന്നത്. I would like to read verse 11. But the centurion was more persuaded by the pilot and the captain of the ship than by what was being said by Paul. Next verse is 22 and 23. Yet now I urge you to keep up your courage, for there will be no loss of life among you, but only of the ship. For this very night an angel of the God, to whom I belong and whom I serve, stood before me, saying, Do not be afraid. ഞാനൊരു ഹെഡിങ് പറയാം. ആ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഈ അധ്യായം ഒന്ന് വായിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഹോപ്പ് ഇൻ ദ മിഡിൽ ഓഫ് സ്റ്റോം. Hope in the middle of storm. I would like to give you a title or a heading for the sermon, Hope in the Middle of Storm. ഈ കൊടുങ്കാറ്റിൻ്റെ നടുവിലുള്ള ആശ, പ്രത്യാശ എന്നതാണ് ഈ വേദഭാഗത്തിലൂടെ ചില കാര്യങ്ങൾ. ഈ അധ്യായത്തെ 2 ഭാഗമായിട്ട് തിരിച്ച് ചില കാര്യങ്ങൾ വേഗത്തിൽ പറയാം. I would like to divide this chapter into 2 portions, but the title or the summary, always keep that in your mind, Hope in the Middle of Storm. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മൾ സാം 90 പകുതിയാക്കി വെച്ചേക്കാണല്ലേ. We all remember that we almost came to half of the sermon of Psalms 90. അടുത്ത ആഴ്ചയിൽ കർത്താവ് വന്നില്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാതെ. I would like to continue, if God willing, next week the rest of the ഞാൻ portion. ഈ ആഴ്ചയിൽ നമ്മുടെ കൂട്ടായ്മയിലെ കാര്യങ്ങളും നമ്മുടെ കുടുംബങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഓർത്തപ്പം എൻ്റെ മനസ്സിലേക്ക് വേഗത്തിൽ വന്ന ഒരു പാസേജാണ് ഈ 27. Last week when I heard and several of our family members were undergoing through difficult situations and circumstances, at that time this passage came into my mind. അതുകൊണ്ട് ചില കാര്യങ്ങളൊന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ കെട്ടട്ടെ. നമുക്ക് സ്ട്രോങ് ഹോപ്പ് ഈ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Amen. The word of God should deliver you and give you all the courage and give you all the hope when you go through this turbulence. 11-ാം വാക്യത്തിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റും അതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് പറഞ്ഞതിന് ശേഷം 22, 23 അതിനെ രണ്ട് പാർട്ടായിട്ട് തിരിച്ച് 2 പോയിന്റിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാം. I would like to divide this into 2 parts, and one is based on verse 11 and the rest is based on verses 22 and 23. സാധാരണ ഞാൻ സംസാരിക്കുന്ന പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് പോകാൻ സമയമില്ല. ചില കാര്യങ്ങളെ പറയാനായിട്ട് സമയത്ത് I'm not going through verse by verse as I usually used to do, but I am going to mention certain things. 27-ാം അധ്യായം മുതൽ 28 വരെ കൈസരിയിൽ നിന്ന് റോമിലേക്കുള്ള പോളിൻ്റെ ഒരു ജയിലറായിട്ടുള്ള യാത്രയാണ്. This chapters 27 and 28 is a voyage of Paul as a prisoner from Caesarea to Rome. അങ്ങനെ ആ യാത്രയിൽ കൂടെ ചില ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. വളരെ ക്രൈസിസ് ഉണ്ടാകുന്നുണ്ട്. പ്രാണം പോലും അപകടത്തിലാകുന്ന സാഹചര്യം വരുന്നുണ്ട്. പക്ഷേ ദൈവം റോമിലെത്തിക്കുന്നു. അതാണ് ഈ അധ്യായങ്ങൾ. These chapters we can see that a lot of difficulties, even their life came to an end. That type of severe situations Paul and his friends were undergoing, but God has kept him safe and helped Paul to reach to Rome. പോള് മാത്രമല്ല, ഇത് ജയിലറായിട്ടാണ്, ഈ കപ്പലിലാണ് യാത്രയെങ്കിലും ഇവര് പ്രിസണേഴ്സ് ആയിട്ടാണ് കപ്പലിൽ യാത്ര ചെയ്യുന്നത്. Not only Paul, but a group of prisoners were accompanying in this voyage. 2-ാം അധ്യായത്തിനകത്ത് അരിസ്തർഹോസ് എന്നൊരാളെ കാണാം. 2-ാം വാക്യത്തിനകത്ത് 22:2 we can see a Macedonian of Thessalonica, Aristarchus. അദ്ദേഹം
തെസ്സലോനിക്കക്കാരനാണ്. എഫെസോസിൽ അദ്ദേഹത്തെ കാണാനായിട്ട് നമ്മൾ കഴിയുന്നുണ്ട്. We can see he is of Macedonian, and we can see in the book of Ephesus. യാത്ര ചെയ്തതിന്റെ വെരി നെക്സ്റ്റ് ഡേ തന്നെ സീദോനിലെത്തി. ആ മാപ്പ് നിങ്ങൾ നോക്കിയാൽ മതി, സീദോൻ വളരെ അടുത്തുള്ളൊരു സ്ഥലമാണ്. The next day of their journey, they reached Ephesus. എന്നിട്ട് റോമിലേക്കുള്ള യാത്ര എന്നുള്ളത് മാസങ്ങൾ, സീസണുകൾ കഴിഞ്ഞിട്ടാണ് അവർ റോമിലെത്തുന്നത്. After a lot of days or months, after a couple of seasons only, they are reaching to Rome from Ephesus. അവർ യാത്ര ചെയ്തപ്പോൾ ആ കപ്പല് പോയ സ്ഥലങ്ങളുടെ പേരാണ് താഴോട്ട് എഴുതിയിരിക്കുന്ന. കപ്പലിന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, നമുക്ക് വായിക്കാൻ തന്നെ പ്രയാസമാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. And even though the ship's name was mentioned, it is very difficult to pronounce. And also, these chapters mentioned whichever places these boat reached. ഇവിടെ വാസ്തവത്തിൽ ഈ കപ്പലിന്റെ പൈലറ്റിനേക്കാൾ അതിൻ്റെ ഉടമസ്ഥനേക്കാളൊക്കെ ഈ റൂട്ടൊക്കെ പറയുമ്പം അവിടുത്തെ വെതറിനെ പറ്റിയൊക്കെ പോളിന് ഭയങ്കര അറിവായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. Though we can see the boat owner and the boat driver, still more than that, Paul was very familiar with that journey and also the difficult situations throughout that journey. ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും പോൾ ഇതിലെ യാത്ര ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ സ്ഥലമൊക്കെ വെരി ഫെമിലിയർ ആയേക്കുന്നത്. I am thinking that Paul must have traveled through this area several times. That is the reason he is very familiar about the difficulties of the journey through this path. അതുകൊണ്ടാണ് താഴോട്ട് വായിക്കുമ്പം യാത്ര തുടരരുത് എന്ന് പോൾ അവരോട് പറയുകയാണ്. That is the reason he was telling them, do not start journey at this time through this path. Paul was, ഇവരെ നോക്കുന്ന ഓഫീസറിന്റെ പേര് ജൂലിയസ് എന്നാണ്, യൂലിയോസ് എന്നാണ്. and there is a centurion for these prisoners. His name was Julius. ഈ ജൂലിയസിന് പോളിനോട് സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷേ പോള് പറയുന്ന കാര്യത്തെ അത്ര സീരിയസ് ആയിട്ട് അദ്ദേഹം കാണുന്നില്ല. Though Julius was very considerate about Paul, but still he was not paying much attention to the word of Paul. അതുകൊണ്ടാണ് 11-ാം വാക്യം, ജൂലിയസ് പോളിന്റെ വാക്കിനേക്കാൾ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുകയാണ്. That is the reason the centurion Julius was more persuaded by the pilot and the captain of the ship than by what was being said by Paul. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം ഇങ്ങനെ എന്ത് പറയാനായിട്ട് പോവുകയാണ്. ക്രിസ്തുവിനെ പിൻപറ്റാൻ തീരുമാനിച്ചാൽ ഒരിക്കലും ഭൂരിപക്ഷത്തിന്റെ ഭാഗമാകാൻ പറ്റുകയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. The first point is, if we are strongly deciding to follow Jesus, though none go with you, still you need to follow. Majority won't be there, but minority only will follow. ഞാൻ അതിന്റെ ആശയം മനസ്സിലാവുന്ന, എന്നാലേ എനിക്ക് അടുത്തൊരു കാര്യം പറയാനായിട്ട് പറ്റത്തുള്ളൂ. Hallelujah. ഇവിടെ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന പോളിന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ കൂടെ ആൾക്കാരില്ല, പോള് മാത്രമേ ഉള്ളൂ ഇവിടെ. If here we are going to listen to Paul, he is a minority, but there is no one else to accompany his word or listen to his word. പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം, the majority often gets wrong. പലപ്പോഴും മജോറിറ്റിക്ക് തെറ്റ് പറ്റാനുള്ള സാധ്യത, ഓൾ ദ ടൈം എന്ന് ഞാൻ പറയത്തില്ല, ഓഫ്റ്റൺ പലപ്പോഴും തെറ്റ് പറ്റാനുള്ള സാധ്യതയുണ്ട്. Most of the time, majority may ended up in a loss. ഞാനൊരു 5-6 ഉദാഹരണം പറയാം. I would like നോഹ ഒറ്റയ്ക്കായിരുന്നു, മജോറിറ്റിക്ക് തെറ്റുപറ്റി അല്ലേ? I would like to give you several examples. One of the main examples is Noah. At the time, he was all alone. The majority laughed at Noah and drowned in the flood. Amen. The majority rebelled against Moses and died in the wilderness. Amen. The majority wanted a king to rule them and not God. The majority killed Christ. Amen. അങ്ങനെ Hallelujah. നോക്കിയാൽ they often get it wrong. Amen. We can see several examples where majority get wrong. We can see in the Old Testament, മോശ ഏകനായി നിന്നു, നോഹ ഏകനായി നിന്നു, പിന്നെയും കർത്താവിനെ മെജോറിറ്റി ക്രൂശിക്കുന്നു. ഈ ജോൺ നോക്സ് എന്ന് പറയുന്ന ഒരു സ്കോട്ടിഷ് പ്രീച്ചർ ഉണ്ടായിരുന്നു. There is a Scottish preacher named John Knox. അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ്, ക്രൈസ്റ്റ് പ്ലസ് മീ ഈസ് മജോറിറ്റി. Amen. He mentioned a phrase like this, Christ plus me is majority. ആത്മീയ കാര്യത്തിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഓർത്തോണം, ക്രൈസ്റ്റ് പ്ലസ് മീ ഈസ് മജോറിറ്റി. Always remember in your mind, especially in the spiritual matters, though you are
single or one, and still you plus God is majority. എന്താ ഈ മജോറിറ്റിയുടെ കൂടെ നിൽക്കാനായിട്ട് നമുക്കൊരു താല്പര്യം എന്നറിയാമോ? Do we know why we always tend to stay with the majority? മജോറിറ്റിയോട് നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യ ഭയം നിമിത്തമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വാക്യമില്ലേ, മനുഷ്യ ഭയം കെണിയാകുന്നൊരു വാക്യമുണ്ട് അല്ലേ? Proverbs 29:25 വാക്യം. Amen. Usually, why we are tending to stay with the majority? Because always that is the fear of men. ഈ പ്രസംഗകർ, ഇതിൻ്റെ ആദ്യ ഭാഗം, ഞാൻ രണ്ടാം ഭാഗമാണ് ഈ സബ്ജക്റ്റിലേക്ക് വരുന്നത്. പ്രസംഗകർക്ക് പോലും ഓഡിയൻസിനെ ഭയമാണെങ്കിൽ ട്രൂത്ത് പറയുകയില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാവുന്നോ? If a preacher is afraid of the audience, then that preacher won't be strong enough to proclaim the truth. സത്യം വിളിച്ചു പറയാൻ പേടിയാകുന്നതിന്റെ കാരണം മനുഷ്യ ഭയമാണ്. തിരുവെഴുത്ത് അതിനെ പറ്റി പറയുന്നത് that is a snare എന്നാണ്. Amen. A fear of men is a snare. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ശരീരത്തെ കൊല്ലുന്നവനെ ഭയപ്പെടരുത്, ശരീരത്തെയും ദേഹിയെയും കൊല്ലുന്നവനെ വേണം ഭയപ്പെടാൻ. Our Lord Jesus mentioned one thing: you should not be afraid of the one who is able to kill or destroy your body, but you need to fear a person who is able to destroy your body and your soul. അതുകൊണ്ട് ആത്മീയ കാര്യത്തിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാൽ ഓർത്തോണം, നിങ്ങളാണ് മജോറിറ്റി. So always remember, in the matter of spiritual arena, even though you are all alone, you plus God is the majority. പോൾ പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിട്ടിരിക്കയില്ല. Paul was mentioning in one verse, even now, if I am tend to please human beings, then I won't be a true servant of Lord Jesus Christ. പരീശന്മാരെ പറ്റി കർത്താവ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അവര് ദൈവത്തിന്റെ മാനത്തെക്കാൾ മനുഷ്യന്റെ ഓണറാണ് അന്വേഷിക്കുന്നത്. About Pharisees, Lord Jesus said, they tend to look after the honor of men than the honor of God. എന്നാൽ അപ്പോസ്തലൻസ് പറഞ്ഞ വാചകം എന്നാണെന്നറിയാമോ? ഞങ്ങൾ മനുഷ്യരെക്കാൾ ദൈവത്തെ ഭയപ്പെടുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ നിന്നോണ്ട് മാലൂമിയുടെ കൂടെ നിൽക്കണോ അതോ ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കണോ എന്ന ക്ലിയർ ഡിസ്റ്റിങ്ഷൻ നമ്മൾ വരുത്തണം ആത്മീയത്തിൽ. But in the matter of apostles' life, they always said that we tend to fear God than men. Here, the centurion was more persuaded by the pilot and the captain of the boat than a man of God. ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ലേണിംഗ് ടു സ്റ്റാൻഡ് അലോൺ. Amen. We need to learn to stand alone. നമുക്കെതിരെ വളരെ മോശമായ ആക്ഷേപങ്ങളൊക്കെ വരുമ്പോഴും Amen. Hallelujah. ലേണിംഗ് ടു സ്റ്റാൻഡ് അലോൺ. Amen. Even though many accusations came against us, still try to learn to stand alone with God. പെട്ടെന്ന് ഒരു 5-6 എക്സാമ്പിൾ പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം. അബ്രഹാം left his country alone. Amen. അങ്ങനല്ലേ വായിക്കുന്നേ? അബ്രഹാം ഒറ്റയ്ക്ക് തൻ്റെ നാട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു. Noah built ark when others mocked. Amen. Daniel decided to not bow down before idols alone. Amen. Hallelujah. The prophet spoke the word of God when no one would listen. Amen. Hallelujah. Paul was in prison alone. John was on the island of Patmos alone. Jesus died on the cross alone. Amen. Learning to stand alone. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ ലോക്കൽ ചർച്ചിനോടും നമ്മളോടും മറ്റെല്ലാവർക്കും എതിർപ്പുണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ലേണിംഗ് ടു സ്റ്റാൻഡ് അലോൺ, ജോൺ നോക്സ് പറഞ്ഞതുപോലെ മീ പ്ലസ് ക്രൈസ്റ്റ് ഈസ് മജോറിറ്റി. ആമേൻ. പഴയ നിയമത്തിൽ നമുക്ക് കാണാം, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അവൻ ഏകനായിരുന്നു, നോഹയുടെ ജീവിതത്തിൽ അവൻ ഏകനായി പെട്ടകം പണിതു, ദാനിയേൽ ഏകനായി സിംഹത്തിൻ്റെ കുഴിയിൽ പോയി, പ്രോഫറ്റ്സ് പല പ്രവാചകന്മാരും ഏകനായി നിന്ന് അവരുടെ ജീവിതത്തിൽ വില കൊടുത്തു, പോൾ ഏകനായി നിന്നു, ജോൺ ഏകനായി പത്മോസ് എന്ന ദ്വീപിൽ പോയി. അപ്പോൾ ഓൾവേസ് റിമെമ്പർ, ഐ ആൻഡ് മൈ ഗോഡ് ഇസ് ദി മെജോറിറ്റി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പോള് തനിയെ ഒറ്റ
ഒറ്റപ്പെട്ടു. Amen. യൂലിയോസ് മജോറിറ്റിയുടെ കൂടെ പോയി. അതാണ് ഇതിന്റെ ആദ്യത്തെ ഭാഗം. The first portion is we can see the centurion Julius was going with the flow or with the majority. At the same time, Paul was standing as a minority all by himself. പക്ഷേ ഇവിടെ ആദ്യം ഇവരുടെ യാത്ര വളരെ സ്മൂത്താണ്. ദൈവഹിതമല്ലാത്ത യാത്രകളൊക്കെ എന്നെ ശ്രദ്ധിച്ചു കേട്ടെ. ദൈവഹിതമല്ലാത്ത യാത്രകളുടെയൊക്കെ ആരംഭം സ്മൂത്തായിരിക്കാം, എല്ലാം നന്നായിട്ട് പോകുന്നുണ്ടെന്ന് ഒരുപക്ഷെ തോന്നിയേക്കാം. പക്ഷേ അതിനൊരു ലോങ് ലാസ്റ്റിംഗ് ഇല്ല എന്ന കാര്യം മറന്നു പോകരുത്. Always remember, though you may feel that everything is going smooth, if God is not with you, do not ever think that the voyage will be smooth till the end. ഞാനിങ്ങനെ അങ്ങ് ഈ കഴിഞ്ഞ ആഴ്ച ഈ വേദഭാഗം വായിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ്. 20-ാം വാക്യം വരെ പൈലറ്റ് ആയിരുന്നു കപ്പൽ നിയന്ത്രിച്ചത്. 21-ാമത്തെ വാക്യം മുതൽ പോളാണ് കപ്പൽ നിയന്ത്രിക്കുന്നത്. ശ്രദ്ധിച്ചോ? When I was reading through this chapter until verse 20, the ship, the leader or the captain of the ship was leading the boat. But verses 22 onwards, Paul was actually leading that boat. എന്ന് പറഞ്ഞാലേ Hallelujah. നമ്മള് ഫെയ്ത്ത്ഫുള്ളായിട്ട് നിന്നാൽ ദൈവത്തിന് നമ്മളെ പുറത്തെത്തിക്കേണ്ട സമയത്ത് കർത്താവ് നമ്മളെ പുറത്തെത്തിക്കും. മാലൂമിക്ക് തടയാൻ കഴിയത്തില്ല, കപ്പലുടമസ്ഥന് തടയാൻ കഴിയത്തില്ല, സെഞ്ചൂറിയനും തടയാൻ കഴിയത്തില്ല. 21-ാമത്തെ വാക്യം മുതൽ ഈ യാത്രയുടെ ഡെസ്റ്റിനേഷന്റെ തീരുമാനം പോളിന്റെ കയ്യിൽ വരികയാണ്. So the summary is, if you are or I are remain faithful, then God is the captain of our ship and he will determine the destiny so that we can see the direction of the voyage is being changed from verse 22 onwards. ഇനി നിങ്ങൾ 21-ാമത്തെ വാക്യം വായിച്ച് ഞാൻ അതിന്റെ രണ്ടാം പാർട്ടിലേക്ക് പോവുകയാണ്. ആ സന്ദേശത്തിന് I would like to go to the second portion from verses 22 onwards. ഇങ്ങനെ വായിക്കുന്നത്, അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കുകയും സമ്പാദിക്കാതെയും ഇരിക്കാമായിരുന്നു. And verse 21, Paul stood up in the midst and said, men, you ought to have followed my advice and not to have set sail from Crete and incurred this damage and loss. Yet now I urge you to keep up your courage, and there will be no loss of life among you. But 20-ാം വാക്യത്തിനകത്ത് ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ എന്ന് പറഞ്ഞാൽ ആ വിന്ററിനകത്തൂടെ അവർ പോയപ്പം അവിടെ സൂര്യപ്രകാശം പോലും ഇല്ലാത്ത ആ മൈലുകൾ അവർക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാതെ കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുകയാൽ ഞങ്ങൾ ഇൻക്ലൂഡിങ് പോൾ, ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. We can see very clearly in verse 20, since neither sun nor stars appeared for many days, and no small storm was assailing us, from then on, all hope of our being saved was gradually abandoned. നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. പോൾ റോമിലേക്ക് പോകാൻ കാരണം യഹൂദന്മാർ അന്യായമായിട്ട് തന്നെ കൊല്ലാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലേ? അതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. The context was Paul was sailing to Rome because Jews were planning to kill Paul. In order to avoid that assassination, Paul was going to Rome. അതാണ് 25-26 വാക്യം. 25-26 അധ്യായത്തിൽ നമുക്ക് ആ കാര്യം കാണാം. We can see that in verses 25 and 26. സീസറുടെ അടുത്ത് അപ്പീൽ കൊടുത്തേക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോവാണ്. He actually appealed before Caesar. That is the reason they are heading to Rome. ഈ യാത്രയിൽ താൻ അങ്ങെത്താതെ മരണപ്പെടും എന്നുള്ള സാധ്യതകൾ അവിടെ ഉണ്ടാകുകയാണ്. Paul was facing an impending death before reaching and appealing before Rome. അതെത്ര പ്രയാസകരമായ വാക്യമാണ്. ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. And he is actually losing that hope that they are going to be saved. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വഴിയാത്രകളിൽ
തടസ്സങ്ങൾ വരുമ്പോൾ നമ്മളെ നിരാശരാക്കുക എന്നുള്ളത് നമ്മുടെ ശത്രുവായ പിശാചിന്റെ കെണിയാണ് എന്നൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. So, my dear fellow believers, we have to remember always, whenever we go through difficult situations, Satan has a strategy to put disappointment in our life and to distract our journey. ഒരുവന്റെ അകത്ത് ഡിസപ്പോയിന്റ്മെന്റ് വന്നാൽ അവനെ തകർക്കാൻ എളുപ്പമാണ്. If a person is consumed by disappointment, it is very easy to destroy that person. അങ്ങനെങ്കിൽ ഈ ഡിസപ്പോയിന്റ്മെന്റിന്റെ നടുവിൽ എങ്ങനെ നമുക്ക് എഴുന്നേറ്റ് റോമിൽ ചെല്ലാമെന്നുള്ളതാണ് ബാക്കി ഭാഗം. The rest of the portion is, even though in the midst of disappointment, how we can get up, stand and head back to the destination. ഞാൻ 10 മിനിറ്റ് കൊണ്ട് അഞ്ച് കാര്യം പറയാനായിട്ട് പോവുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ. I would like to mention 5 points. ഇവിടെ 23 വാക്യത്തിന്റെ ആദ്യ ഭാഗം നമ്മളിങ്ങനെ വായിക്കുന്നേ, 22 മുതൽ, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. Yet now I urge you to keep up your courage. നോക്കി, ഇത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, സാധാരണ പോള് കൽപ്പനയായിട്ടൊക്കെ സഭയിലോട്ട് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ പറയാൻ പറ്റുകയില്ല. കാര്യം കൂടെ ഇരിക്കുന്ന റോമൻ രക്ഷിക്കപ്പെടാത്ത ഒഫീഷ്യൽസ് ആണ്. അതുകൊണ്ട് ഒരു പ്രിസണർ പറയുകയാണ്, ധൈര്യത്തോടെ ഇരിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. Usually, Paul always speak in a commanding tone. But here, Paul is a prisoner and a lot of officers are journeying along with him. That is the reason he was exhorting or pleading with them, be of courage. എന്താ അതിനുശേഷം പറയുന്നത്? നമ്മക്കാർക്കും ഒരപകടവും വരികയില്ല എന്നത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ധൈര്യത്തോടെ ഇരിക്കണം. He was telling and urging them to keep up their courage because he was mentioning and giving them the assurance that there will be no loss of life among you but only for the ship. അതായത് ഒരു ദുഃഖത്തിലിരിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ കേട്ടോണം, എല്ലാവരും കേട്ടോണം. ഇത് എല്ലായ്പ്പോഴും അപ്ലൈ ചെയ്തോണം. ദുഃഖത്തിലിരിക്കുന്ന, വേദനയിലിരിക്കുന്ന ഒരുവനെ കാണുമ്പോൾ ഇതായിരിക്കണം ഒരു ദൈവവേദന പറയേണ്ടത്. മനസ്സിലാവുന്നോ? അല്ലാതെ പണ്ടൊരാൾ പറഞ്ഞ പോലെ തലവേദന അന്നേരം ഒരാൾ പറയാ, അയ്യോ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പണ്ടൊരാൾക്ക് തലവേദന വന്നത് ട്യൂമർ ആയിരുന്നു പിന്നീടെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളവരൊന്നും ഒരു വീട്ടിലും പോകരുതെന്ന് എൻ്റെ അഭിപ്രായം. So whenever we meet a person who is undergoing through difficult situations, we need to give them an encouragement. ഇവിടെ നിങ്ങൾ നോക്കിയേ, സൂര്യനെ കണ്ടിട്ട് ദിവസങ്ങളായി, വെട്ടമില്ല, കൂടെ കാറ്റുമാണ്, എഴുതിലേക്കൂടെ പോന്നെന്ന് പോലും അറിയത്തില്ല. ഒരു പ്രിസണിൽ കിടന്ന് ഒരുവൻ പറയുകയാണ്, ചെയിനിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, ധൈര്യമായിട്ടിരിക്കണം, ധൈര്യമായിട്ടിരിക്കണം. Here we can see the circumstances. They were going, they were not knowing where they were heading to because there was no light. But still, a prisoner amongst them actually exhorting and encouraging them to be of cheer. How do we find hope in the time of hopeless? The very first step എന്ന് പറയുന്നത് ഈ ഒരു വാക്കാണ്, ധൈര്യമായിട്ടിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. Amen. How can we give a hope when there is a hopeless situation? This is the best word. Be of good cheer or do not be afraid. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ അടുത്ത വാക്യത്തിൽ തന്നെയുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ്, ഫൈൻഡ് എൻകറേജ്മെന്റ് ഫ്രം ഗോഡ്സ് വേർഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ആൾക്കാർ പറയുന്ന പോലെ ശുഭാപ്തി വിശ്വാസം ഒന്നും പറയല്ല, കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു എന്ന് വേണം പറയാൻ. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. We are not supposed to encourage them by a word, but we need to encourage them to go back to the word of God. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിലായിരിക്കണം ആശയറ്റ സമയത്ത് നമ്മുടെ പ്രത്യാശ. Always we need to have a hope against hope in the scripture. നിങ്ങൾക്ക് ഈ സങ്കീർത്തനം, ദാവീദ് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്.
ഈ ചില സ്പെഷ്യലി സാം 14 ഓൺവേർഡ്സ് വായിച്ചാൽ ആദ്യത്തെ ഭാഗം മുഴുവൻ പുള്ളി കരയുകയാണ്. ശ്രദ്ധിച്ചോ, കർത്താവെ അവിടെ നടക്കുന്നില്ല, എല്ലാവരും പ്രശ്നമാണ്, മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. എന്നാൽ ഒടുവിലാകുമ്പോഴത്തേക്ക് കാര്യം മനസ്സിലാകുന്ന, അല്ല, നീ അതിൻ്റെ മേളിലിരിക്കുകയാണ്, നീ എന്നെ ധൈര്യപ്പെടുത്തുകയാണ്, നീ എന്നെ അപ്പൻ്റെ ഭവനത്തിൽ കൊണ്ടെത്തിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞിട്ട് ലുക്ക് അറ്റ് ദ ബൈബിൾ ആൻഡ് റീഡ് ദ ബൈബിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ബൈബിൾ ആൻഡ് ഫൈൻഡ് ഹോപ്പ് from the Bible. Amen. In Psalms also we can see David in chapters 14 onwards, we can see he was lamenting, he was crying aloud, and he was crying about the loss or some kind of difficult situation. But after a while he was saying that, as for me, I shall behold your face in righteousness. He is getting a courage from the word of God. നമ്മുടെ ഫീലിംഗിലല്ല കറേജ് ഇരിക്കുന്നത്, തിരുവെഴുത്തിലാണ്. Amen. Always think the courage is not in our feelings but in the scripture. അതെനിക്ക് അല്പം കാര്യം പറയണമെന്നുള്ളത്. Hallelujah, hallelujah, രണ്ട് സ്റ്റെപ്പ് കിട്ടിയോ? hallelujah, I hope you got 2 steps. മൂന്നാമത്തെ സ്റ്റെപ്പ്, The third step. ഇതൊരു രസകരമായ കാര്യമാണ്. വെട്ടോ ഇല്ല, വെളിച്ചോ ഇല്ല, പ്രതീക്ഷയില്ലാഞ്ഞപ്പം പോൾ അവരോട് പറയുകയാണ്, ഈറ്റ് ആൻഡ് നറിഷ് യുവർ സെൽഫ്. Amen. And the third point is he was encouraging them, though there was darkness around, though there was no hope, but still Paul was telling them, let us get up, eat and nourish. ഒന്ന് കേട്ടെ, എന്നെ നോക്കി പെട്ടെന്ന് തീർക്കണം. Hallelujah. അതായത് ഈ ഫുഡിന് ഇത്ര ശക്തി ഉണ്ടോ? Do the food have this much strength? 14 ദിവസമായിട്ട് വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെ ഇരിക്കുകയാണ് കുറച്ച് പേര്. Almost a lot of people were not having anything to eat or drink for the last 14 days. ചെറിയ നിരാശകളും ചെറിയ വേദനകളും ഒക്കെ മാറാൻ അപ്പോസ്തലൻ പറഞ്ഞ ആദ്യം വയറ് നിറച്ച് വെല്ലം ഒന്ന് കഴിക്കാനാ പറഞ്ഞു. And the apostle was encouraging the people who were in such a great despair. He was encouraging them to start eating something. ഞാൻ പുതിയ തിയോളജി ഒന്നും ഉണ്ടാക്കുകയല്ല, എന്നാലും അങ്ങനെയല്ലേ വായിക്കുന്നത്. അന്നേരം ഫുഡിനൊരു ശക്തി. ഒന്ന് കേട്ടേ, We can see ഉച്ച നമ്മൾ നല്ല ഫുഡ് കഴിക്കാനായിട്ട് പോവാ. വിഷമത്തിലിരിക്കുമ്പം ഒരു നല്ല മീല് കഴിച്ചാൽ ഒരു ഇച്ചിരി ആശ്വാസം ഉണ്ടാകുന്ന അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു ബലമൊക്കെ നമുക്ക് അതിനെ നേരിടാനായിട്ടുള്ളത് എന്ത് ചെയ്യുക. നല്ല എക്സാമ്പിൾ ഞാൻ ഇഷ്ടം പോലെ പറയട്ടെ. നിരാശനായിട്ട് കിടന്ന ഏലിയാവിനോട് ആദ്യം പറയുന്നത് എന്നാ പറഞ്ഞു? കുടിക്കാൻ സമയമില്ല, പറ. എഴുന്നേറ്റ് കഴിച്ചിട്ട് പുള്ളി വീണ്ടും കിടന്നു. വീണ്ടും എന്നാ പറഞ്ഞേ? കഴിക്കാനാ പറഞ്ഞല്ലേ. ഈ ദാവീദുള്ള വലിയ മഹാഭാവം എല്ലാം ചെയ്ത് നിരാശപ്പെട്ട് കിടക്കുക. കൊച്ചു മരിച്ച് ശിക്ഷയായെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ദാവീദ് തന്നെ എന്നറിയാമോ? എഴുന്നേറ്റ് കുളിച്ച് ഫുഡ് കഴിച്ചു. കർത്താവിനെ 3 ദിവസമായിട്ട് കാണാതിരുന്ന, ഇതെല്ലാം പുസ്തകത്തിലുള്ള കാര്യമില്ലേ? കർത്താവിനെ 3 ദിവസമായിട്ട് കാണാതിരുന്ന ശിഷ്യന്മാര് ഒരു ദിവസം രാവിലെ പത്രോസ് പറഞ്ഞു ഞാൻ പോവുകയെന്ന് പറഞ്ഞ് പുള്ളി എന്ത് ചെയ്തു? രാവിലെ കർത്താവ് ആദ്യം വന്ന് ചോദിക്കുന്ന കാര്യം തന്നെ, മക്കളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞ രാശി മനസ്സിലാവുന്നു. അതിനകത്തൊരു കാര്യമുണ്ട്. ആർക്കെങ്കിലും ദുഃഖമോ സങ്കടമോ ആണെങ്കിൽ വൈകിട്ട് എന്നെ വിളിച്ചാൽ മതി, നമുക്ക് ഒരുമിച്ച് കഴിക്കാനായിട്ട് പോവാം. So there is a thing inside that we need to encourage other people when they were in distress or difficult situation to eat some food, because there we can see throughout scripture several examples like Elijah, David, and also Lord Jesus appeared to disciples, and there all we can see encouraging a person who was in such a despair situation to start and eat something. Fourth lighten the load. Fourth point, വെയിറ്റ് കുറയ്ക്കുക. പറഞ്ഞുതരാം, പെട്ടെന്ന് പറയാം. Lighten the load is the fourth point. ഇവിടെ എല്ലായിടത്തും കടലിലിട്ടല്ലേ? എല്ലായിടത്തും കടലിലിട്ടു. They were actually throwing away everything from the boat to the sea. ഈ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ അടിക്കുമ്പോൾ ചെയ്യാവുന്നൊരു കാര്യം, ഇന്ന് കൊടുങ്കാറ്റുണ്ടാകുമ്പം ഇന്നലെ വരെ നമ്മൾ കൊടുങ്കാറ്റായിട്ട് ചിന്തിച്ച പലതൊക്കെ വെറും കാറ്റായിരുന്നല്ലേ? ഒന്ന് കേട്ടേ, അങ്ങനല്ലേ? ഇന്നലെ വരെ ഞാൻ ഓർത്ത് അതായിരിക്കും കൊടുങ്കാറ്റ്, പക്ഷെ ഇന്ന് അടിച്ചതാണ് ഒറിജിനൽ. അതുകൊണ്ട് ഇന്നലെ വരെയുള്ള കാര്യത്തെ കടലിൽ എന്ത് ചെയ്യാം? ഇടാം. ലൈറ്റൻ ദ ലോഡ്.
And the fourth point is lighten the Lord, means throwing away all the burdens which is entangling us in the past. വലിയ ഭാരമുള്ള കൊടുങ്കാറ്റ് ചെറിയ ഭാരമുള്ള സകല സ്റ്റഫിനെയും കളയാനായിട്ട് നമ്മളെ സാധിക്കുന്നു. The great wind is always allowing us to throw away all the things carried out by the light wind. നമ്മൾക്ക് കാര്യങ്ങളെ കുറച്ചും കൂടെയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നു. We will be able to plan appropriately. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും എറിഞ്ഞു കളയാൻ സഹായിക്കുന്നു. And we are being able to throw away all the entangling things which is making us to be burdened. Fifth step. The fifth point. ജീവൻ നഷ്ടപ്പെടുമെന്നും പറഞ്ഞാണ് ഇവരിയ്ക്കുന്നത് അല്ലേ? They were all lost hope. They gave up about their life. നമ്മളോട് വായിക്കുന്നത് അപ്പോസ്തലൻ പറയുകയാണ് 34, അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ, നിങ്ങളിൽ ഒരുത്തൻ്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല, നിശ്ചയം എന്ന് ജീവൻ പോകുമെന്ന് പറഞ്ഞിരിക്കുന്നവനോട് പറയുകയാണ്. ജീവൻ പോയിട്ട് രോമം പോലും എന്ത് ചെയ്യില്ല. They were all in such a big disappointment. They were thinking that they are going to die. At that time, this prisoner, one of the prisoners, was encouraging them that to start eating, and also he was giving them an assurance that not even a single hair from the head of any of you will perish. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ എൻ്റെ തലയിലെ മുടി പോലും പോകല എന്ന് പറയണമെങ്കിൽ 23-ാമത്തെ വാക്യം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വേഴ്സ് 23. ആ ദൈവം എൻ്റെ ഓണറായിരിക്കണം. ജീവിതത്തിൽ ഒറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ ഒരു കീ ഉണ്ട്. ഞാൻ ആരുടെ വകയാണെന്നുള്ള ഉറപ്പ് വേണം. ജീവിതത്തിലെ കൊടുങ്കാറ്റിന്റെ നടുവിൽ തളരാതിരിക്കണമെങ്കിൽ അടുത്ത കീ ഉണ്ട്. എൻ്റെ ഉടമസ്ഥനാരാണെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. Amen. If we need to stand strong in the middle of situation, we need to understand, be aware of whom we are and who we are. ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ അടിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രയാസങ്ങൾ ഉണ്ടാകാം, രോഗങ്ങൾ ഉണ്ടാകാം, വേദനകൾ ഉണ്ടാകാം. എന്നാൽ ഇതിന്റെ നടുവിൽ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം, ഞാൻ ആരുടെ വകയാണ്, എന്നെ ഓൺ ചെയ്യുന്നവൻ ആരാണ്. ആ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷമായിരിക്കും. Always remember in your life, whenever the tempest or the strong wind is flowing against you, always think that who is your owner. പോൾ പറയുന്നത്, ഞാൻ റോമിലെത്തുക എന്നുള്ളത് that is the will of God. അതിനെതിരെ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. Paul is assuring, Paul is strongly saying that reaching Rome is a plan of God. Nobody is able to hinder by any means. എൻ്റെ ഉടയവൻ ആരാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. തിരുവെഴുത്തിൽ വായിക്കുന്നു, തന്റെ അറിവില്ലാതെ, തന്റെ അനുവാദമില്ലാതെ ഒരുവന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അതിന്റെ പേരാണ് ഡിവൈൻ സോവർണിറ്റി. Amen. Scripture very clearly says that without his foreknowledge or without his permission, nothing is going to happen. That is God's sovereignty. ഇവിടെ ഒരു വളരെ മനോഹരമായ കാര്യമുണ്ട്. പോളിനെ റോമിൽ എത്തിക്കാൻ വേണ്ടി കപ്പലിനെ മുഴുവൻ സൂക്ഷിച്ചു. റൈറ്റ്? You know, here we can see a beautiful thing. In order to make Paul safe to Rome, God is saving the whole ship. അതുകൊണ്ട് അതിന്റെ ആപ്ലിക്കേഷൻ പെട്ടെന്ന് പറയട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ചിലര് നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ടാണ് നമ്മുടെ വീടിനെ മുഴുവൻ കർത്താവ് രക്ഷിക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ചിലര് നമ്മുടെ ലോക്കൽ സഭയിൽ ഉള്ളത് കൊണ്ടാണ് ലോക്കൽ സഭയെ ദൈവ സൂക്ഷിക്കുന്നത്. ഒറ്റ കാര്യത്തിൽ ഉറപ്പ് വരുത്തിയാൽ മതി, എന്നെ ഓൺ ചെയ്യുന്നതാരാണ്, ഞാൻ ആരെയാണ് സേവിക്കുന്നത്. ദൈവത്തിനു സ്തോത്രം. Amen. Always remember that there are certain people who are meditating or interceding for you on behalf of you. That is the reason you are being saved from each and every difficult situations in your life. And always remember that who is my honor. എല്ലാം തീർന്നു എന്ന് പറയരുത്, കഴിച്ച ഫലപ്പെടണം. Amen. Do not ever think that everything is done, but always be encouraged to eat and take courage and start your journey. നമ്മൾ ഇന്ന് പാടിയ പാട്ടില്ലേ, യേശുവൻ സ്വന്തം. ഹല്ലേലൂയ. അവനാണ് എൻ്റെ ഓണർ. Amen. ഈ ബോധ്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ധൈര്യമായിട്ടിരിക്കണം. Amen. Hallelujah. സെക്കൻഡ് സ്റ്റെപ്പ് ദൈവവചനം പറയണം. തേർഡ്, ഈറ്റ് ആൻഡ് നറിഷ് യുവർസെൽഫ്. Hallelujah. Hallelujah. നാലാമത്തെ കാര്യം നമ്മൾ വേദഭാഗത്ത് വായിക്കുന്നത് വളരെ പരമാർത്ഥതയോടെ പറഞ്ഞേക്കുക, ലൈറ്റൻ യുവർ ലോഡ്. Amen. Hallelujah. അഞ്ചാമത്തെ കാര്യം
ജീവൻ പോയിട്ട് രോമം പോലും അങ്ങനല്ലേ വായിക്കുന്നേ? Amen. Praise God. Amen. ഒറ്റ കാര്യമുള്ളൂ, ഇതിന് ഒറ്റ കീയേ ഉള്ളൂ. Hallelujah. എല്ലാം മജോറിറ്റി നിൽക്കാതിരിക്കുമ്പോ ഒറ്റയ്ക്ക് നിൽക്കാൻ Hallelujah. എന്റെ ഉടയവനാരായിരിക്കണം. Hallelujah. 2, കൊടുങ്കാറ്റിന് നടുവിൽ വീഴാതിരിക്കാൻ എന്നെ ഓൺ ചെയ്യുന്നതാരായിരിക്കണം. ഡു നോട്ട് ഫിയർ. യേശുവൻ സ്വന്തം. Amen. ഹല്ലേലൂയ. ആമേൻ. Amen. 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 പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. Praise വളരെ പറയാനായിട്ടൊക്കെ ഞാൻ ഒരുങ്ങിയാണ് വന്നത്. ഈ 5 കാര്യം മറന്നു പോകരുത്. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം.